നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അശാസ്ത്രീയമായി തുറന്നിടുന്ന കിടങ്ങുകൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശം ശക്തമാകുന്നതിനിടെ വീണ്ടും സമാന അപകടം. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെ തൊണ്ടയാട് മെഡിക്കൽ കോളേജ് റോഡിൽ കോവൂർ ജംഗ്ഷന് സമീപമാണ് അപകടം. ബൈക്ക് യാത്രക്കാരിയായ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് അപകടത്തിൽപ്പെട്ടത്. സ്വകാര്യ ബസ് ബൈക്കിന്റെ പിൻഭാഗത്ത് തട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് 10 അടിയിലേറെ താഴ്ചയുള്ള കിടങ്ങിലേക്ക് വീണു. ബൈക്ക് ഓടിച്ച ബീച്ച് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി മാറാട് മുണ്ടക്കാട്ടുപറമ്പിൽ ആദിത്യ റോഡിലേക്ക് തെറിച്ചു വീണു. പിന്നാലെ വന്ന ബസ് കൃത്യസമയത്ത് നിർത്തിയത് വൻ ദുരന്തമൊഴിവായി. പരിക്കേറ്റ ആദിത്യയെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെത്തിച്ച് ശുശ്രൂഷ നൽകി. കാലിനും കൈക്കുമേറ്റ പരിക്കിനെ തുടർന്ന് ഒരാഴ്ചത്തെ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട്. അപകടമുണ്ടായ സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് 11 മണിയോടെ തുറന്നു കിടന്ന കിടങ്ങ് അടച്ചു. ഗെയിൽ പാചകവാതക പൈപ്പ് സ്ഥാപിക്കുന്നതിനടുത്ത കിടങ്ങാണ് അപകടത്തിനിടയാക്കിയത്. പൈപ്പിട്ടിട്ടും കിടങ്ങ് മൂടാതെ കിടക്കുകയായിരുന്നു. സൂചനാ ബോർഡും റിബണും മാത്രമാണ് കുഴിക്ക് ചുറ്റും സ്ഥാപിച്ചിരുന്നത്. ബാരിക്കേഡുകൾ വേണ്ട പോലെ വെക്കാത്തതുമൂലം തൊണ്ടയാട് മലാപ്പറമ്പ് ബൈപ്പാസിൽ നേതാജി നഗർ ജംഗ്ഷനിൽ സ്വിഗ്ഗി ഭക്ഷണ വിതരണ ജീവനക്കാരൻ മരിച്ചത് 2 മാസം മുമ്പാണ്. മലാപ്പറമ്പ് ജംഗ്ഷനിൽ സർവീസ് റോഡിൽ ബാരിക്കേഡ് ഇടവിട്ട് വെച്ചതുമൂലം അതിനിടയിലൂടെ ബൈക്ക് യാത്രികൻ അടിപ്പാതയിലേക്ക് വീണ് കൈയൊടിഞ്ഞത് 2 ആഴ്ച മുമ്പാണ്. സമാന അപകടങ്ങൾ ആവർത്തിക്കുമ്പോഴും അശ്രദ്ധയും ജാഗ്രതക്കുറവും വീണ്ടും തുടരുന്നുവെന്ന് ജനങ്ങൾ പറയുന്നു.